Hello guys and welcome back to another video. ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് മെമ്മറി അലോക്കേഷൻ സ്ട്രാറ്റജി. അതായത് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള മെമ്മറി നമ്മൾ എങ്ങനെയാണ് എഫിഷ്യൻ്റ് ആയിട്ട് ഓരോരോ പ്രോഗ്രാമിന് അലോക്കേറ്റ് ചെയ്യാന്ന് പറയാം. അപ്പോൾ ഈ മെമ്മറി അലോക്കേഷൻ സ്ട്രാറ്റജി രണ്ട് തരത്തിലുള്ളതുണ്ട്, കണ്ടിന്യൂസും നോൺ കണ്ടിന്യൂസും. ഞാനിവിടെ എഴുതാം. Contiguous and non-contiguous. നമ്മൾ കണ്ടിന്യൂസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. അതായത് നമ്മൾ സെയിം ഒരു റോയിൽ തന്നെ, റോ അല്ല അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ തന്നെ. നോൺ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ മെമ്മറി പല സൈഡിനായിട്ട് അലോക്കേറ്റ് ചെയ്യാം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെമ്മറി എന്ന് വെച്ചോ. ഞാനിവിടെ 3 പ്രോസസ്സ് എടുത്തിട്ടുണ്ട്. അതിനെ 3 ഡിഫറെൻറ്റ് കളറായിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. സേ P1 പച്ച കളറിലാണെന്ന് വെച്ചോ. ഓക്കെ, ഞാനിവിടെ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത് ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയാണ്. സേ P1ന് ഇപ്പോൾ ഈ 2 ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്തു. ഓക്കെ, റൈറ്റ്. ഇനി P2ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പേർപ്പിൾ കളറിലാണെന്ന് വെച്ചോ. P2ന് നമ്മൾ ഒരു ബ്ലോക്ക് അലോട്ട് ചെയ്തു. ഓക്കെ, ഇനി P3 നമുക്ക് ഓറഞ്ചിൽ ഡിനോട്ട് ചെയ്യാം. P3 നമ്മൾ ഈ ഒരു 4 ബ്ലോക്ക് അലോട്ട് ചെയ്തു. നമുക്കിത് വെച്ച് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് P1ൻ്റെ മെമ്മറി എല്ലാം അടുപ്പിച്ചാണുള്ളത്, P2യുടേത് ഒരുമിച്ചാണ്, P3യുടെ എല്ലാം ഒരുമിച്ചാണ്. ഇനി സേ ഫോർ എക്സാമ്പിൾ നോൺ കണ്ടിന്യൂസ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ P1 ഗ്രീനിൽ ഞാൻ ഡിനോട്ട് ചെയ്യാണ്. അതിൻ്റെ മെമ്മറി അലോട്ട്മെൻറ്റ് ചിലപ്പം ഇവിടെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ. ഈ ഓരോ ഈ ബ്ലോക്ക് ഒരു മെമ്മറി ബ്ലോക്കാണ്. അതായത് ഒരു ഫിക്സ്ഡോ അല്ലെങ്കിൽ എന്ത് സൈസുള്ള ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് മെമ്മറിയാണ് പറയുന്നത്. ഇതിൻ്റെ രണ്ടാമത്തത് ഇവിടെ ആവാം. ഇനി P2 ഇവിടെ അലോട്ട് ചെയ്തതെന്ന് വെച്ചോ. ഇനി P3 ഇങ്ങനെ അലോട്ട് ചെയ്ത്. അപ്പോൾ ഇതാണ് നോൺ കണ്ടിന്യൂസ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെമ്മറി അലോട്ട് ചെയ്യണം എന്നില്ല, പല പല ഏരിയയിലായിട്ട് അലോട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്, കണ്ടിന്യൂസിനും നോൺ കണ്ടിന്യൂസിനും. നമുക്ക് ഫസ്റ്റ് കണ്ടിന്യൂസിന് എന്തൊക്കെ സ്ട്രാറ്റജി ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടിന്യൂസിന് നമുക്ക് 2 സ്ട്രാറ്റജീസ് ഉണ്ട്. ഫിക്സ്ഡ് സൈസ് പാർട്ടീഷൻ, പിന്നെ വേരിയബിൾ സൈസ് പാർട്ടീഷനും. ഓക്കെ, ഇനി നോൺ കണ്ടിന്യൂസിന് അതുപോലെ തന്നെ പേജിംഗ്, സെഗ്മെന്റേഷൻ. ഇതിനകത്ത് ഇത് 2 മാത്രമല്ല, ഇപ്പം ഒരുപാട് ഇതിൻ്റെ കോമ്പിനേഷൻസ് പിന്നെ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ നോൺ കണ്ടിന്യൂസിൻ്റെ ഭാഗം നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ സ്ട്രാറ്റജിയിലാണ്. ഓക്കെ, അപ്പം ഫിക്സ് സൈസ് പാർട്ടീഷൻ, വേരിയബിൾ സൈസ് പാർട്ടീഷൻ. നമുക്ക് ഫസ്റ്റ് ഫിക്സ് സൈസ് പാർട്ടീഷനെ കുറിച്ച് പറയാം. ഓക്കെ, ഫിക്സ് സൈസ് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെമ്മറി ഏരിയ ഉണ്ട്. അതിൻ്റെ ഓരോ ബ്ലോക്സും ഫിക്സ്ഡ് സൈസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫിക്സ് സൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഈ ഒരു പാർട്ടീഷൻ സൈസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കണം. നമുക്കിവിടെ ഒരു 10K എന്ന് പറയാം. അപ്പോൾ അതിനർത്ഥം ഈ ഓരോ പാർട്ടീഷനും 10K ആയിരിക്കും സൈസ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഇതിനകത്തൊരു പ്രോഗ്രാം നമുക്ക് അലോട്ട് ചെയ്യണം. സേ നമുക്ക് പ്രോഗ്രാം P1 എന്നാണ് ആ പ്രോഗ്രാമിനെ നമ്മൾ പേര് വിളിക്കുന്നതെന്ന് വെച്ചോ. അതിൻ്റെ സൈസ് നമ്മൾ പറയാണ് ഒരു 15K ആണെന്ന്. ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാം, ഗ്രീൻ യൂസ് ചെയ്യാം. 15K ആണ് നമ്മുടെ ആ പ്രോഗ്രാമിൻ്റെ സൈസ് എന്ന് വെച്ചോ. അത് നമ്മൾ
കണ്ടിന്യൂസ് ആണ്, അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അലോക്കേറ്റ് ചെയ്യണം. അതുപോലെ ഫിക്സ്ഡ് സൈസ് ആണ്. ഫിക്സ്ഡ് സൈസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ബ്ലോക്കും ഫിക്സ്ഡ് ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 15K എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 10K, ഇനി നമുക്കൊരു 5K കൂടെ അലോട്ട് ചെയ്യണം. പക്ഷെ നമ്മൾ അലോട്ട് ചെയ്യുമ്പോൾ ഫിക്സ്ഡ് സൈസ് ആയതുകൊണ്ട് ഈ ഹോൾ 10K തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഓൾറെഡി 10K അലോക്കേറ്റ് ചെയ്തു, ഇനി ഒരു 5K മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ. പക്ഷേ നമ്മുടെ ബ്ലോക്ക് സൈസ് 10K ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 5 ആയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല, ഫിക്സ്ഡ് സൈസ് ആയതുകൊണ്ട്. അപ്പോൾ ഈ നമ്മൾ ഹോൾ 10നെ മൊത്തമായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കിവിടെ ഒരു വേസ്റ്റേജ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു 5K നമുക്ക് ശരിക്കും വേസ്റ്റാണ്, റൈറ്റ്? അപ്പം അതിൻ്റെ മെയിനായിട്ടുള്ള ഡ്രോബാക്കും അത് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു ബ്ലോക്കിനകത്ത്, ഒരു ഫിക്സ്ഡ് സൈസ് ബ്ലോക്കിനകത്ത് ഒരു ചെറിയൊരു മെമ്മറി ഏരിയ വേസ്റ്റ് ആയാൽ നമ്മൾ അതിനെ പറയുക ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്നാണ്. ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. അതായത് നമുക്കിവിടെ ഒരു ബ്ലോക്കിനകത്ത് ഒരു 5K നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ വേസ്റ്റ് ആകുന്നതിന് കാരണം എന്താ? ഇത് ഫിക്സ്ഡ് സൈസ് ആയതുകൊണ്ടാണ്. നമുക്കിനി ആ ഒരു 5K നമുക്ക് വേറൊരു പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രോസസ്സ് അല്ലെ പ്രോഗ്രാമിന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കുന്നു. അപ്പം ഇതിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജും എന്താണ് ഫിക്സ്ഡ് സൈസ് പാർട്ടീഷൻ്റെ? ഡിസഡ്വാൻറ്റേജ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തായിട്ട് വേരിയബിൾ സൈസ് പാർട്ടീഷനെ കുറിച്ച് നമുക്ക് പറയാം. വേരിയബിൾ സൈസ് പാർട്ടീഷനിൽ ഞാൻ വെറുതെ 3 പ്രോഗ്രാംസ് എടുത്തിട്ടുണ്ട്, P1, P2, P3. നമുക്കിവിടെ നേരത്തെ ഫിക്സ്ഡ് സൈസ് പാർട്ടീഷനിൽ നമ്മളിവിടെ പാർട്ടീഷൻ സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായി. അതുപോലെ ഇവിടെ ഒന്നും മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ വേരിയബിൾ സൈസാണ്. നമ്മൾ പാർട്ടീഷന് ഒരു പ്രോപ്പർ അങ്ങനെ ഒരു സൈസ് പറയുന്നില്ല. സേ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം 5K ആണെന്ന് വെച്ചോ, സെക്കൻഡ് അല്ലേ വേണ്ട, ഒരു 15K ആയിക്കോട്ടെ. സെക്കൻഡ് പ്രോഗ്രാം 50K, തേർഡ് പ്രോഗ്രാം ഒരു 5K ആയിക്കോട്ടെ. ഓക്കെ, നമുക്കിതിനെ ഓരോ കളർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. P1 നമുക്ക് ഗ്രീൻ വെച്ച്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു 15K ഇവിടെ എടുത്തു. എനിക്ക് തോന്നുന്നു ഒരു പ്രോഗ്രാമും കൂടെ നമുക്ക് കൊടുക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. പ്രോഗ്രാം P4ന് നമുക്കൊരു 20K കൊടുക്കാം. ഓക്കെ, റൈറ്റ്. നമ്മൾ ഫസ്റ്റ് P1 അലോട്ട് ചെയ്തു 15K, നോ പ്രോബ്ലം. P2 നമ്മൾ അലോട്ട് ചെയ്തു ഒരു 50K. ഓക്കെ, ഇനി നമ്മൾ P3 അലോട്ട് ചെയ്യാണ്. വേറൊരു കളർ വേണമല്ലോ, 1 സെക്കൻഡ്. ഓക്കെ, P3 അലോട്ട് ചെയ്തു. അത് നമ്മൾ വെറും 5K. ഇനി നമ്മൾ P4 അലോട്ട് ചെയ്തു. P4 പർപ്പിൾ തന്നെ ആയിക്കോട്ടെ, 20K. ഇനി നമുക്ക് ഒരു പ്രോസസ്സും കൂടെ ഇവിടെ പറയാം, അതായിരിക്കും നല്ലത്. പ്രോഗ്രാം P5, അതും ഒരു 5K. ഓക്കെ, അതിന് ഇനിയിപ്പോൾ ഏത് കളർ എടുക്കാം? റെഡ് എടുക്കാം. ഓക്കെ, അതിനി 5Kയുടെ P5. ഓക്കെ, അതായത് P1, P2, P3, P4, P5. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പം ഇത്രയാണ് അലോട്ട് ചെയ്തത്. ഇത് റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ മെമ്മറി വേസ്റ്റേജ് ഒന്നുമില്ല, കണ്ടിന്യൂസ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കിവിടെ ഇനിയിപ്പം ഫസ്റ്റ് തന്നെ P3യും P5ഉം ഡിഅലോക്കേറ്റ് ആയി. നമ്മൾ പറയുകയാണ് മെമ്മറി ഫുള്ളായി, ഇനി അങ്ങോട്ടേക്ക് മെമ്മറി ഇല്ല. ഇത് ഡിഅലോക്കേറ്റ് ആയി. അപ്പം അതിനർത്ഥം എന്താ? ഈ സ്പേസ് ഇപ്പോൾ ഫ്രീ ആയി.
ഈ സ്പേസ് ഇപ്പോൾ ഫ്രീ ആയി അല്ലേ? അങ്ങനെ ഇപ്പം സ്പേസ് ഫ്രീ ആയപ്പോൾ നമ്മൾ ഒരു പുതിയ പ്രോഗ്രാം വന്നു, P6. അതിൻ്റെ സൈസ് 10K. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ കണ്ടിന്യൂസ് അലോക്കേഷൻ ആണ്. ഈ 10K ഒരു സ്ഥലത്ത് തന്നെ അലോക്കേറ്റ് ചെയ്യണം. നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു 5K ഉണ്ട്, ഇവിടെ ഒരു 5K ഉണ്ട്. പക്ഷേ നമുക്ക് എവിടെയും ടോട്ടൽ നോക്കുമ്പോൾ 10K ഉണ്ട്. പക്ഷെ നമുക്ക് ഈ പ്രോസസ്സിനെ നമുക്ക് ഇവിടെയും അലോക്കേറ്റ് ചെയ്യാൻ, ഇവിടെയും സ്പ്ലിറ്റ് ചെയ്തിങ്ങനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് ആവശ്യമുള്ള സ്പേസ് ഉണ്ട്, പക്ഷെ നമുക്ക് എവിടെയും അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനാണ് പറയുക എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന്. ഈ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ വരുന്നത് വേരിയബിൾ സൈസ് പാർട്ടീഷൻസിലാണ്. അതായത് നമ്മളുടെ ടോട്ടൽ ഈ ചെറിയ ഗ്യാപ്പുകൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ട പ്രോസസ്സിൻ്റെ അത്ര ഉണ്ടാവും. പക്ഷേ അത് ആ ചെറിയ ഗ്യാപ്പുകൾ കണ്ടിന്യൂസ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിനെ എലോക്കേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പം അതാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷനും ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനും. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി തോന്നുന്നു. ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എപ്പോഴും വരുന്നത് ഫിക്സ് സൈസ് പാർട്ടീഷനിലാണ്. എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എപ്പോഴും വരുന്നത് വേരിയബിൾ സൈസ് പാർട്ടീഷനാണ്. അതുകൊണ്ട് തന്നെ വേരിയബിൾ സൈസ് പാർട്ടീഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, നമുക്ക് ഞാൻ ഫ്രാഗ്മെൻറ്റേഷൻ്റെ ഒരു ചെറിയ ഡെഫിനിഷൻ തരാം. അതായത് as processes are loaded and removed from memory, the free memory space is broken into little pieces. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ രണ്ട് സ്ഥലത്തും മെമ്മറീനെ നമുക്ക് പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. It happens after sometimes the process cannot be allocated to memory block considering their smaller size and memory blocks remain unused. This problem is known as fragmentation. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഫ്രാഗ്മെൻറ്റേഷൻ എന്താണെന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ ഐഡിയ മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് മെമ്മറി ഉണ്ടെങ്കിൽ കൂടിയും രണ്ട് കേസിലും, ബോത്ത് ഫിക്സ് സൈസിലും വേരിയബിൾ സൈസിലും നമുക്ക് മെമ്മറി ഉണ്ടെങ്കിലും നമുക്ക് അതിനെ ഫ്രീ അല്ല, അതായത് രണ്ട് കേസിലും നമുക്ക് മെമ്മറി ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് എലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ, എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് ഈ മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നീക്സ്. ഇനി നമുക്കുള്ളത് നോൺ കണ്ടിന്യൂസ് മെമ്മറി മാനേജ്മെൻ്റ് ആണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.